പുതുവത്സരത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ആഘോഷം കളറാക്കാൻ ഇത്തവണ കൊച്ചിയിൽ രണ്ടിടത്തായി 2 ഭീമൻ പപ്പാഞ്ഞികൾ ഒരുങ്ങിയിട്ടുണ്ട്. പോയ വർഷത്തെ ദുഃഖങ്ങളും നഷ്ടങ്ങളും അഗ്നിക്കിരയാക്കി പുതുവത്സരത്തെ പ്രതീക്ഷകളോടെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രതീകമാണ് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കൽ. ഓരോ നിമിഷവും കഴിയും തോറും ആളുകൾ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് വിപുലമായിട്ടുള്ള പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ പരേഡ് ഗ്രൗണ്ടും അതുപോലെ തന്നെ വെളി ഗ്രൗണ്ടിലൊക്കെ വന്നാലേ അതിൻ്റെ ആ ഒരു ഫുള്ള് വൈബ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയാണ് കേട്ടോ. ഫോർട്ട് കൊച്ചിയിലെ വെളി ഗ്രൗണ്ടിലാണ് നമ്മളുള്ളത്. അതായത് ഇന്ന് പൊട്ടിക്കാനുള്ള പപ്പാഞ്ഞിയുടെ ഫ്രണ്ടിലാണ് നമ്മളുള്ളത്. ഇത്തവണത്തെ പപ്പാഞ്ഞി നല്ല ഭംഗിയുള്ള ഗ്ലാമർ താരമാണ് കേട്ടോ. സാധാരണ പലപ്പോഴും പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ ആ വിവാദങ്ങളൊന്നുമില്ലാതെയാണ് ഇവിടെ പപ്പാഞ്ഞിയെ സ്ഥാപിച്ചിട്ടുള്ളത്. ഏകദേശം 5-5:30 അടുത്ത സമയമാണ്. പക്ഷേ നാനാഭാഗത്തു നിന്നും ആളുകൾ ഇടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും റോഡൊക്കെ ബ്ലോക്കാക്കി വരാൻ തുടങ്ങിയിരിക്കുകയാണ്. പോലീസുകാരെല്ലാം പല സ്ഥലങ്ങളിലുണ്ട്. ഇവിടെ വരുന്നവരെല്ലാം വാഹനങ്ങൾ സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട്. അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ്. ഇത് കണ്ട ആളുകൾ ഓരോ നിമിഷം കഴിയും തോറും ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണത്തെ പപ്പാഞ്ഞിനെ നോക്കിയേ, വെട്ടുക്കനായിട്ട് ഇങ്ങനെ കണ്ടാ. ഇത് കണ്ടത് ഈ മരമാണ് നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ നമ്മൾ കാണാറുള്ള റീൽസിലൊക്കെ കാണുന്ന ആ മരമാണ് ഈ കാണുന്നത്. അത് പക്ഷെ തെളിച്ചിട്ടില്ല. തെളിഞ്ഞു തുടങ്ങുമ്പം തൊട്ടാണ് ഇതിൻ്റെ ഭംഗി മുഴുവൻ വരുന്നത്. ആ ദൃശ്യമാണ് നമുക്ക് കാണേണ്ടതും. അത് കാണാനാണ്, ആ ലൈറ്റ് ഇടുമ്പോഴേ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ആളുകൾ മൊത്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പൊട്ടിക്കാനുള്ള പപ്പാഞ്ഞിയാണ് കേട്ടോ റെഡിയായി നിൽക്കുന്നത്. ഇത്തവണ നല്ല ഗ്ലാമറാണ്. പലപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ വിവാദങ്ങളൊന്നുമില്ലാതെ പപ്പാഞ്ഞിയെ റെഡിയാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല കോസ്റ്റ്യൂമൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് കണ്ടത് ഇതുപോലെ കൊച്ചു റൊണാൾഡോനെയും മെസ്സിനെയും എംബപ്പാനെയും അങ്ങനെ പല പല ആളുകളെയൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. കാരണം ഇതുപോലെ ഇത്തവണ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൊച്ചു പപ്പാഞ്ഞിക്കുള്ളതുണ്ട്, കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതൊക്കെയുണ്ട്. ഇത് കണ്ടോ, ഓരോ സ്ഥലത്ത് പിള്ളേരൊക്കെ വന്ന് ഭയങ്കര ഇടിവെച്ചാണ് കേട്ടോ നിൽക്കുന്നത്. അതെടുത്ത് പേരൻസൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം 5-5:30 ആയിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല തിരക്കായി വരികയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെയൊന്നും അടുക്കാൻ രക്ഷയുണ്ടാവില്ല. നമ്മുടെ ജെൻസൺ ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ. ഏറെ നാളുകൾക്ക് ശേഷം ഇത് കണ്ട തുടക്ക സമയത്ത് തിരക്കാണെന്ന് നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ആൾ കൂടി വരുന്ന കണ്ട. ഇനി ഓരോ സമയം കഴിയും തോറും ഇങ്ങനെ ആളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം അതുപോലെ നാടോടികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടത് ഈ ഒരു സംഭവം കണ്ടത്. ഇതുപോലെ നമ്മുടെ ഫോട്ടോസൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ റെഡിയാക്കി തരും കേട്ടോ. ഫാമിലി ഫോട്ടോ, നമുക്ക് എങ്ങനെയുള്ള ഫോട്ടോ വേണേലും പല രീതിയിൽ ചെയ്തു തരും. 200 രൂപ, 300 രൂപ, 500 രൂപ പല റേഞ്ചിലാണ് കേട്ടോ. ഇത് വേണ്ട, ഇതിനൊക്കെ ഏകദേശം 300 രൂപ, 300 രൂപ അങ്ങനെ പല റേഞ്ചാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഫോട്ടോയിൽ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാം. ബൺമസ്ക, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺമസ്ക ഐറ്റംസ് ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ സ്റ്റാളുകളുടെ ബഹളമാണ് കേട്ടോ ഇവിടെ മൊത്തം. കണ്ട ആളുകൾ ഇടിച്ചു കയറി വരുന്നത് നോക്കിയേ. ആദ്യം നമ്മൾ നടന്നപ്പോൾ ഉള്ളതാണെന്ന്. ഇവിടെ പായസമേള, പിസ്ത മിൽക്കൊക്കെ ആയിട്ട് മൊത്തം വെള്ളത്തിൻ്റെ ഇവിടെ കുടുംബശ്രീ അതുപോലുള്ള കുട്ടികളൊക്കെ ആയിട്ടൊക്കെയുള്ള ഫാമിലി ആയിട്ട് തന്നെയുള്ള കച്ചവടക്കാരുണ്ട് ഓരോ സൈഡിലും. ഇതൊക്കെ കണ്ട തിരക്ക് നോക്കിയാൽ കച്ചവടത്തിൻ്റെ ഇതുണ്ട്. ഫാമിലി ആയിട്ടാട്ടോ എല്ലായിടവും. ഇത്താത്തമാർ ഓരോ വീട്ടിൽ നിന്നുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന സ്റ്റാളാണത്. ഇവിടെ ഒരാൾ ഒറ്റയ്ക്കുള്ളല്ലോ. ഒറ്റയ്ക്കുള്ള പേരെന്താ? പാർവതി. എത്രല്ല പഠിക്കണേ? 10ല്. എല്ലാ വർഷവും വരാറുണ്ടോ ഇതുപോലെ? വരാറുണ്ട്. ആരെ സഹായിക്കാൻ വരുന്നത്? അമ്മയാ? നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള? ഓ, വെരി ഗുഡ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നല്ലേ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഓക്കെ, നന്നായിട്ട് ഇതേപോലെ വീട്ടുകാരെയൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം കേട്ടാ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല പോകുന്നു. എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്?
റോസ് മിൽക്ക്, ബാദാം മിൽക്ക്, ലോഡഡ് ലൈസ്, ബൺ ഷവർമ, ബൺ മസ്ക എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കും. എല്ലാ വർഷം വരാറുണ്ടോ ഇതുപോലെ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ്. എങ്ങനെയുണ്ട് വന്നിട്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല. ഇന്ന് വന്നേ ഉള്ളൂ, അത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു? ഇല്ല, ഇപ്പൊ ഒരു 3-4 ദിവസമായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നന്നായിട്ടെ. ഇത് നമ്മുടെ കാട മുട്ടയിലുള്ള പരിപാടിയായിട്ടാ. ബൺ മസ്ക ഇപ്പോഴത്തെ ട്രെൻഡിങ് ഐറ്റമാണ് ഇപ്പോൾ, അല്ലേ? എത്ര രൂപ? 30 രൂപ. അതെ അല്ലേ? നോർമൽ 30, ഫ്ലേവർ റേറ്റ് വ്യത്യാസം വരും. 40 രൂപ, 50 രൂപ, പല റേഞ്ചിലാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ നമ്മുടെ പതിവ് കാഴ്ചകളാണ്. ഇവരില്ലാത്ത ഒരു പരിപാടി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. എത്ര രൂപ? 100 രൂപ, 100 രൂപ. തിളപ്പിച്ച് റെഡിയാക്കാനായിട്ട് പോയി ചൂടുവെള്ളം അല്ലേ? സ്റ്റൗവിൽ ഇതിനകത്ത് തന്നെ മൂടിക്കെട്ടി സ്റ്റൗ ഒക്കെ റെഡിയാക്കി. അപ്പം റെഡിയാക്കി ഈ 100 രൂപയുടെ ബാഗ് ഇവിടെ ചെന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് ഐറ്റമാണ് ഈ ഒരു ബാഗ്. നമ്മൾ മുല്ലക്ക ചെറുപ്പിനും കൽപ്പാത്തി പോയപ്പോഴും ബീച്ച്, ഇവിടെ ആലപ്പുഴ ബീച്ച് പോയപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെ പോകുന്നു? അത് കൈ പിടിച്ചോ? കുഴപ്പമില്ല പോകുന്ന. എവിടെ വീട്? അടുത്ത് തന്നെയാണ്. എവിടെയാണ്? ഒറ്റപ്പാലമാണോ? അവിടെ നിന്ന് വരുവാണ്. ഓ, എല്ലാ വർഷവും വരാറുണ്ട്? അത് ആദ്യമായിട്ടാണ് വരാറുണ്ടല്ലേ? എത്ര ദിവസമായി ഇപ്പൊ ഇവിടെ? ഞങ്ങളിപ്പോ ആദ്യം തുടക്കത്തിലേ വന്നതാ. ഉണ്ടല്ലേ? തുടക്കം തൊട്ടേ ഉണ്ട് ഇവിടെ. 25-ാം തീയതി വന്നു, ക്രിസ്മസ് ദിവസം. ഓക്കെ. അപ്പൊ അമ്മച്ചിക്ക് ഇപ്പൊ ഒരു കച്ചവടം കിട്ടി കേട്ടാ. എല്ലാ വർഷവും വരാറുള്ളതാണ്. എത്ര രൂപ? എത്ര രൂപ? 100, 100 രൂപ, 100 രൂപ. ബാൻഡ് ടീമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ സ്റ്റേജൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോക്ലേറ്റ് തുടങ്ങിയ നിരവധി ഫ്ലേവറുകളിൽ ഐസ്ക്രീം, എവിടെ നോക്കിയാലും കുമളകള്. ഐസ്ക്രീം, രണ്ട് കൊച്ചു ബ്ലോഗർമാര് കേട്ടാ. രണ്ട് കൊച്ചു ബ്ലോഗർമാരോട് വ്ലോഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പപ്പാഞ്ഞി. എന്നാൽ ഈ മരം നോക്കിക്കേ, നമ്മുടെ സാധാ ഒരു തണൽ മരം, അതിനകത്താണ് ഇവർ ആ മൊത്തം ലൈറ്റ് മൊത്തം ഫുള്ള് കയറ്റി അലങ്കരിച്ചിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പം ഈ ഒരു സാധനത്തിൻ്റെ വെട്ടവും ഇതൊക്കെ വന്നു കഴിയുമ്പം ഇവൻ്റെ ലെവലങ്ങ് മാറും. പക്ഷെ വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇതിൻ്റെ ഫുൾ ഇട്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഇത് കയറി ഇടാൻ പറ്റില്ല. ആ തുഞ്ചത്ത് ആ ഒരു ചെറിയ ശിഖരത്തിൽ വരെ ഇട്ടിരിക്കുന്നത് എറിഞ്ഞു പിടിപ്പിക്കണതാണോ, അതിന് വരെ ക്രെയിം വെച്ചിടുന്നതാണോ എന്താണോ ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇതുണ്ട് ഓരോ സമയം കഴിയുന്നതോറും ആളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഇതും കാത്ത ആൾക്കാരിങ്ങനെ നിൽപ്പുണ്ട്. ഇത് നോക്കി നിറച്ചു ആൾ നിൽക്കുക കേട്ടോ അവിടെ ഇവിടെയൊക്കെ. ഓരോ നിമിഷവും കഴിയും തോറും ആളുകൾ ഇടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് വിപുലമായിട്ടുള്ള പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഈ പരേഡ് ഗ്രൗണ്ടും അതുപോലെ തന്നെ വെളി ഗ്രൗണ്ടിലൊക്കെ വന്നാലേ അതിൻ്റെ ആ ഒരു ഫുള്ള് വൈബ് നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാ വശത്തും ഗതാഗത നിയന്ത്രണമുണ്ട് നിലവിൽ.
പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ട് പരിസരത്തുമൊക്കെ നമ്മുടെ പാർക്കിംഗ് നിരോധിച്ചിരിക്കുകയാണ്. വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിക്ക് ബസ്സൊന്നും ഉണ്ടായില്ല. ബസ്സുകൾ കൊച്ചിൻ കോളേജ് മൈതാനത്തെ താൽക്കാലിക സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കുകയാണ്. ബോട്ടും വാട്ടർ മെട്രോയും എല്ലാം 7 മണി വരെ മാത്രമേ ഉള്ളൂ. വൈപ്പിൽ നിന്നുള്ള റോറോ സർവീസും വൈകുന്നേരത്തോടുകൂടി അവസാനിക്കും. രാത്രി 7 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് മാത്രമായിരിക്കും റോറോ സർവീസ് ഉണ്ടാകുക. വൈപ്പിൽ നിന്നും ഫോർട്ട് കൊച്ചിയിൽ നിന്നും നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബസ് സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ബസ്സുകൾ പുലർച്ചെ ഏകദേശം 3 വരെയും സർവീസ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. പലതരം പരിപാടികളും മത്സരങ്ങളും നിറഞ്ഞ ആഘോഷരാവായിരിക്കും ഇന്ന് ഇവിടെ നടക്കുക. ഈ കൊച്ചിൻ കാർണിവലിൽ സൈക്കിൾ ബൈക്ക് റേസുകളുണ്ട്, മാരത്തോൺ, കൊച്ചി ബൈക്ക് റേസ്, നീന്തൽ മത്സരം എന്നിങ്ങനെ പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫോർട്ട് കൊച്ചിയിൽ 2 പാപ്പാഞ്ഞിമാരെ കത്തിക്കാൻ പോകുന്നത്. ഞങ്ങൾ ബോൾ വാങ്ങിച്ചു തന്നതല്ലേ നേരത്തെ, അത് പിന്നെ വന്നതാ. മലയാളം നഹീ, ഹിന്ദി. നേരത്തെ കണ്ട പരുവാണെന്ന് നോക്കിയേ, ഇപ്പം നോക്കിയേ തിരക്ക് കണ്ടാ. പക്ഷെ ഇന്ന് മൊത്തം പരിപാടികളൊക്കെ ശരിക്കും ഡിലേ ആവുന്നുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സമയത്തൊക്കെ പതുക്കെ DJ ഒക്കെ തുടങ്ങുമായിരുന്നു. DJ നടക്കുന്നുണ്ട്, DJ അല്ല, ഒരു സ്ലോ മെലഡി വെസ്റ്റേൺ മ്യൂസിക്കിലൊക്കെ വരുന്ന സംഭവങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് കൂടത്തുള്ളായിരുന്നു, ഫുള്ള് വരുന്നവരെല്ലാം നല്ല ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് ഇത്തവണ മൊത്തത്തിൽ, പക്ഷെ അതുപോലെ തന്നെ ആളുകൾ നിറച്ചു വരുന്നുണ്ട്, നല്ല ആളുണ്ട്. പക്ഷെ ഇനിയും അങ്ങോട്ട് സമയം കഴിയുന്തോറും ഇതൊന്നും ആയിരിക്കില്ല, നല്ല ആളായിരിക്കും വരുന്നത്. ഇവിടെ കൊള്ളാനുള്ള സ്ഥലം നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പുറം ഉണ്ടായിരുന്ന ആളുകൾ ഫുള്ള് മരത്തിൻ്റെ അടിയിലായി കേട്ടോ, ഒരു ട്രീക്കടിയിൽ വന്നു. ഇതിനകത്ത് താഴെ ഉള്ള ജനങ്ങൾ നോക്കിയോ, ഭയങ്കര ജനമാണ് കേട്ടോ. അവിടെ ഉള്ളതിനേക്കാളും ആളുകൾ ഫുള്ള് ഇവിടെയായി. സെൽഫി അടിക്കുകയും റീൽസ് അടിക്കുകയും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ്. തിരക്ക് നോക്കിയ തിരക്ക് ഭയങ്കര തിരക്കായി കേട്ടോ. കുറേ ആളുകൾ സ്റ്റേജിന്റെ ഫ്രണ്ടിലൊക്കെ സ്ഥലം പിടിച്ചിട്ടുണ്ട്.
പണ്ടത്തെ വണ്ടി കേട്ടാ. ഇത് കൊച്ചിലെ ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. പണ്ട് കുഞ്ഞിലെ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടി കേട്ടാ ഇത്. 100. പപ്പാഞ്ഞിയിൽ രാത്രിയായപ്പോഴുള്ള ഭംഗി നോക്കി, ലൈറ്റൊക്കെ കൊടുത്ത് നല്ല മിടുക്കനാക്കി. അപ്പൊ ഈ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് നിങ്ങൾ ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ വരിക കേട്ടോ. ഇവിടെ ഒരു രക്ഷയില്ല, ഭയങ്കര വൈബാണ്. ആളുകൾ ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.